അങ്ങനെ വെക്കേഷൻ അടിച്ചു പൊളിച്ചു വിരുന്ന് പോയിട്ട് തിരിച്ചെത്തുന്നവരെ മനസമാധാനം എന്ന് പറയുന്ന സംഭവം കിട്ടിയിട്ടില്ല കേട്ടോ. എന്നും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസമാണ് കഴിഞ്ഞ 13-ാം തീയതി. അത്രയും എന്നെ ടെൻഷനാക്കിയ ഒരു സംഭവമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഒരു സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്ന് ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ നമുക്ക് എപ്പോഴും ഒരു ആവലാതി ഉണ്ടാവുമല്ലോ. അതായത് കല്യാണത്തിന് മുന്നേ അച്ഛനെ ഓർത്തിട്ടായിരുന്നു കേട്ടോ. അച്ഛനൊക്കെ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഒരു വല്ലാത്തൊരു ആവലാതിയാണ്. അച്ഛന് എന്തെങ്കിലും പറ്റുമോ, അച്ഛന് എന്തെങ്കിലും അപകടം പറ്റുമോ, അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ടെൻഷൻ രണ്ടാളിലേക്കായി. പിന്നെ ഏട്ടനെ കുറിച്ച് ആലോചനയായി. ഏട്ടൻ പുറത്ത് വരുമ്പോഴൊക്കെ പല പല ചിന്തകളാണ് മനസ്സിലായി. അപ്പം ആലോചിച്ചോ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ കുട്ടികളായപ്പോഴോ ആ ഒരു ടെൻഷൻ ഒരുപാട് പേരിലേക്ക് ആയില്ലേ. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും വരുമോ, കുട്ടികൾ ഉറങ്ങി എണീക്കാൻ വൈകിയാലോ, കുട്ടികൾക്ക് പനി വന്നാലും ഒക്കെ ടെൻഷൻ. അപ്പം ആലോചിച്ചോ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല, കുട്ടികളും ആവേണ്ടിയിരുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ എന്തും സഹിക്കുമല്ലേ, പക്ഷേങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒന്നെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണല്ലേ. കഴിഞ്ഞ ആഴ്ച ചിക്കുവിന് രാവിലെ എണീക്കുന്ന സമയത്ത് ഷുഗർ ലോ ആയിട്ട് ഫിക്സ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു അവസ്ഥയിൽ ഞാൻ അവളെ കാണുന്നത്. സത്യം പറയാലോ എൻ്റെ ജീവൻ അങ്ങോട്ട് ഇല്ലാണ്ടായി എന്ന് തന്നെ അത്രയും ഞാൻ ടെൻഷനായി. ഏട്ടനും അടുത്തില്ലായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിലെല്ലാം അഡ്മിറ്റായി. അന്ന് വൈകുന്നേരമാണ് ഏട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഷുഗർ ലോ ആയെന്നോ യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. എല്ലാ ടെസ്റ്റും നടത്തി, അവൾക്ക് യാതൊരു കുഴപ്പമില്ല. തലേ ദിവസം ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടാണ് അവൾ ഉറങ്ങിയത്. പിന്നെ എന്താ പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഡോക്ടർ പറഞ്ഞു ശരി സാരമില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്, അങ്ങോട്ട് ഇഗ്നോർ ചെയ്തോളൂ, നന്നായിട്ട് ഫുഡൊക്കെ കൊടുക്കുക, വേറെ കുഴപ്പമൊന്നുമില്ല. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ആവാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് നേരെ ചെവി ശ്വാസം വീണതും. ആ സമയത്താണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചത്. അങ്ങനെ വിരുന്നെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളെയും കൊണ്ട് ഏട്ടൻ പോവാട്ടോ. അപ്പം ഏട്ടൻ പറയാം എപ്പോഴും പറഞ്ഞില്ലേ പോവണ്ട എന്ന്. അങ്ങനൊന്നുമില്ല, സംഭവിക്കേണ്ടത് എവിടെ നിന്നായാലും സംഭവിക്കും, അത്ര. എന്നാൽ ഈ വെക്കേഷൻ വന്നപ്പോൾ കുറച്ച് കഷ്ടകാലമായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, ഒന്നും നടന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യും പോലെ നടക്കണമെന്ന് ഒരു നിർബന്ധം ഇല്ലല്ലോ അല്ലേ. എന്തേലും ആവട്ടെ, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. അങ്ങനെ കെട്ടും കിടക്കൊക്കെ എടുത്ത് നമ്മളിതേ തിരിച്ചു പോവാട്ടോ. പക്ഷെ മീലു എൻ്റെ മടിയിൽ ഇരിക്കുന്നതിൽ അവൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചെരുപ്പ് താഴെ ഇരിക്കുന്ന ആ ചെരുപ്പിൻ്റെ അടുത്ത് തന്നെ കിടക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ചാടി ഇറങ്ങി പോവാട്ടോ. പോകുന്ന വഴിക്ക് ഇതേ വൻ ബ്ലോക്കായിരുന്നു. 1 മണിക്കൂറോളം നമ്മളത് ഈ ഒരു ബ്ലോക്കിൽ പെട്ടു. അങ്ങനെ ആകെ കൂടെ വയ്യാണ്ടായിട്ടോ, ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മളിത് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ലൈറ്റായിട്ട് ഫുഡൊക്കെ തന്നെ കഴിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ മെലുവിനുള്ള ചെറിയൊരു സ്നാക്കൊക്കെ വാങ്ങിയത് അവൾക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതേ തിരിച്ചെത്തി.